അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദത്തെ കുറിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. അല്ലാഹുവേ, എല്ലാ ജനങ്ങളും അതാ മഅ്ശറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവിടെ പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഉമ്മയുണ്ട്, മക്കളുണ്ട്. പടച്ചവനെ, എല്ലാവരും പരിശുദ്ധമായ മഅ്ശറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി അല്ലാഹുവേ, പടച്ചറബേ, ബാപ്പ ഉമ്മയെ അറിയില്ല, പടച്ചവനെ ബാപ്പയും ഉമ്മയും തിരിച്ചറിയില്ല, ഭാര്യ ഭർത്താവിനെ അറിയില്ല, ഭർത്താവ് ഭാര്യ അറിയില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാത്ത സ്ഥലമാണ് മഅ്ശറ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പവിത്രമായ പരിശുദ്ധമായ മഅ്ശറയില് അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അവിടുന്ന് പറയുന്നു, സഹാബ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മഅ്ശറയുണ്ടല്ലോ, ആ മഅ്ശറയില് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പോലും ഒരു നൂലുബന്ധമില്ല, വസ്ത്രമില്ലാത്തവരായിട്ടാണ് നിൽക്കുന്നതെന്ന് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, നബിയെ, അപ്പ മനുഷ്യരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല നബിയേ? മനുഷ്യർ പരസ്പരം ഔറത്തിനെ കാണില്ലയോ എന്നവിടുന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഹാബ, മഅ്ശറ എന്ന് പറഞ്ഞാൽ നമുക്കതിനുള്ള സമയമല്ലല്ലോ. ഉമ്മ മക്കളെ തിരിച്ചറിയില്ല, മക്കളെ ഉമ്മാനെ തിരിച്ചറിയില്ല, പടച്ചവനെ ഭാര്യയും ഭർത്താവും തിരിച്ചറിയില്ല. അങ്ങനത്തെ ഒരു സമയമാണ് മഅ്ശറ എന്ന് പറയുന്നത്. തന്റെ ഔറത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പടച്ചവനെ ഒരാൾക്കും സമയമില്ല. അതിലൊന്നും കഴിയാത്ത പ്രശ്നങ്ങളില്ല, ഒരു വല്ലാത്ത സമയമാണ് മഅ്ശറ. അതുകൊണ്ട് ആ മഅ്ശറയുടെ അവസ്ഥ എങ്ങനെയാണ്? ഒരു ചാണകല സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്കുകയാണ്. പടച്ചവനെ, താഴ്ഭാഗത്ത് തളിച്ചു മറിയുന്ന ചെമ്പിന്റെ തറയാണ്, അതിന്റെ മുകളിലാണ് മനുഷ്യരിങ്ങനെ കയറി നിൽക്കുന്നത്. ചില ആളുകൾ പടച്ചവനെ കുഷ്ഠരോഗികളെ പോലെ, ചില ആളുകൾ കൈകാലികൾ പടച്ചവനെ നീരുകൂർത്തി വന്നവരെ പോലെ, ഒരുപാട് വിഭാഗങ്ങളായിട്ട് മഅ്ശറയിൽ ഇങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് കൂടി. ചില ആളുകൾ കൈകാലികൾ പ്രകാശിച്ചവരാണ്. ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങളായിട്ട് നാളെ മഅ്ശറയിൽ മനുഷ്യരിങ്ങനെ നിൽക്കുകയാണ്. പടച്ചവനെ, അവസാനമതാ അല്ലാഹുവേ, പടച്ചവനെ, മഅ്ശറയിൽ വന്നിട്ട് എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അവസാനം ഒരുപാട് സമയങ്ങൾ കടന്നു, ഒരുപാട് സമയങ്ങൾ കടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ രണ്ടാക്കി ഭാഗിക്കുകയാണ്. നരകത്തിന്റെ വിഭാഗമുണ്ട്, സ്വർഗ്ഗത്തിന്റെ വിഭാഗമുണ്ട്. വലത് ഭാഗത്ത് പടച്ചവനെ സ്വർഗ്ഗത്തിന്റെ അകുലുകാരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഉൽ അംറെന്ന കൊടിക്കുകീഴിലാണ് അതാ മുഅ്മിനീകളായ ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പടച്ചവനെ, ഇടത് ഭാഗത്തോ ശൈത്താന്റെ കൂടെ നരകത്തിന്റെ ആളുകളതാ പടച്ചവനെ അവിടുന്ന് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. റബ്ബേ, അങ്ങനെ നരകത്തിന്റെ ആളുകൾ കടന്നു, നരകത്തിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, സ്വർഗ്ഗത്തിന്റെ ആളുകളതാ അവര് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവുകയാണ്. ഖുർആൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സലാം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടെ പടച്ചവനെ സ്വർഗ്ഗത്തിന്റെ മലക്കുകൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നു. നരകത്തിന്റെ ആളുകൾ പേടിപ്പെടുത്തുന്ന നരകത്തിലേക്ക് കടന്നു. അങ്ങനെ നരകത്തിന്റെ വാതിലടച്ചു, സ്വർഗ്ഗത്തിന്റെ വാതിലടച്ചു. പടച്ചവനെ, സ്വർഗ്ഗത്തിലുള്ള ആളുകൾ അതാ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഉല്ലസിക്കുകയാണ്. നരകത്തിലുള്ള ആളുകൾ നരകത്തിന്റെ അദാബിലൂടെ പടച്ചവനെ തനിക്ക് വാഗ്ദാനം ചെയ്ത ദുനിയാവിന്റെ തുനിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു, എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നവരാണ്. അതിനനുസരിച്ചുള്ള ശിക്ഷകളുമായിട്ട് നരകത്തിലുണ്ട്. എന്നാ സ്വർഗ്ഗത്തിലെ ജനങ്ങളോ പടച്ചവനെ സന്തോഷമാണ്.
ദുനിയാവിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ്, ദുനിയാവിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ്. കടത്തിൽ മുങ്ങി പടച്ചവനെ രോഗങ്ങൾ കൊടുത്തു, തന്റെ വിഷമങ്ങൾ വന്നപ്പോഴും പടച്ചവനെ തന്റെ വിഷമങ്ങളിലെല്ലാം ക്ഷമിച്ചുകൊണ്ട് പടച്ചുറപ്പിനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് അല്ലാഹനെ മറക്കാതെ ദുനിയാവിന്റെ തുരുക്കുകളിലൂടെ കടന്നു പോയവരാണ്. അങ്ങനെ സ്വർഗത്തിന്റെ ഉള്ളറയിൽ അവരിങ്ങനെ സന്തോഷിക്കുകയാണ്. വല്ലാത്ത ആനന്ദമാണ്. സ്വർഗത്തിന്റെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പരിശുദ്ധമായ അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗത്തിൽ ഇങ്ങനെ ഉല്ലസിക്കുമ്പോ, സ്വർഗത്തിന്റെ അനുഭൂതികൾ തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോ പഠിച്ചവനെ അല്ലാഹുവേ ഒരു അശരീരി ഇങ്ങനെ കേൾക്കുകയാണ്, വല്ലാത്തൊരു അശരീരി കേൾക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? തുരീദൂന ശൈആ, ഈ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതിയെ കുറിച്ചാണ് ഉമ്മ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ്. വല്ലാത്തൊരു അശരീരി അവിടെ കേൾക്കുകയാണ്, ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ അല്ലാഹുവിന്റെ പവിത്രമായ സ്വർഗ്ഗലോകത്തിലെ ശരീരം ഇങ്ങനെ കേൾക്കുമ്പോ അതാവിടുന്ന് ജനങ്ങളെ അന്താളിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. പഠിച്ചവനെ വീണ്ടും ചോദിച്ചോട് നിങ്ങൾക്ക് ഇനി എന്ത് വേണം? അല്ലാഹുവേ, ജനങ്ങളെല്ലാവരും പറയുന്നു അല്ലാഹ്, ഈ ദുനിയാവിന്റെ തുരുക്കുകളിലൂടെ ഞങ്ങൾ കടന്നു വന്നിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട്, ഫർളുകൾ മാത്രം ചെയ്തിട്ട് പഠിച്ചവനെ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വന്നപ്പോൾ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗ്ഗം തന്നല്ല അല്ലാഹ്. നിന്റെ പവിത്രമായ സ്വർഗ്ഗലോകം ഞങ്ങൾക്ക് ലഭിച്ചില്ല അല്ലാഹ്. അതുകൊണ്ട് പഠിച്ചവനെ ഈ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. ഈ സ്വർഗ്ഗത്തിന്റെ എല്ലാ അനുഭൂതികളും ഞങ്ങൾ കണ്ടറിഞ്ഞു. ഈ സ്വർഗ്ഗത്തിന്റെ എല്ലാ പരിമളവും ഞങ്ങൾ കണ്ടറിഞ്ഞു. ഈ സ്വർഗ്ഗത്തിന്റെ എല്ലാ പഠിച്ചവനെ സന്തോഷത്തോടെ ഞങ്ങൾ പങ്കുചേർന്നു. ഇനി ഞങ്ങൾക്ക് വേണ്ട കാര്യം എന്താണെന്നറിയോ? ദുനിയാവിന്റെ തുരുക്കുകളിലൂടെ പടച്ചറപ്പേ ഞങ്ങൾ കടന്നു പോകുമ്പോ എല്ലാ മതസ്ഥരും അവരുടെ ദൈവങ്ങളെ കണ്ടിട്ട് അവരുടെ പടച്ചറപ്പേ ആളുകളെ കണ്ടിട്ട് അവിടെ നിന്ന് ആരാധിച്ചുകൊണ്ട് അവർ വിശ്വസിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ കടന്നു പോയപ്പോൾ നിന്നെ കുറിച്ചിട്ട് ഞങ്ങൾ കേട്ടത് മാത്രമേ ഉള്ളൂ, നിന്നെ കുറിച്ചിട്ട് ഞങ്ങൾ കേട്ടത് മാത്രമേ ഉള്ളൂ അല്ലാഹ്. പടച്ചവനെ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലാഹ്. അതുകൊണ്ട് പഠിച്ചവനെ ഈ പവിത്രമായ സ്വർഗ്ഗലോകത്തില് അല്ലാഹുവേ നിന്നെ ഞങ്ങൾക്ക് കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് അല്ലാഹ്. ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് അല്ലാഹ്. അതുകൊണ്ട് പഠിച്ചവനെ നിന്റെ ലുഖാഇ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ അല്ലാഹ്? എന്റെ പ്രിയമുള്ളവരെ, പഠിച്ചവനുണ്ടല്ലോ പഠിച്ചവരെ തന്റെ അടിമകളെ എല്ലാവിധ ആഗ്രഹങ്ങളും നടത്തി കൊടുത്ത പഠിച്ചു തമ്പുരാൻ അല്ലാഹുവേ അവിടുന്ന് തന്റെ മറയങ്ങൾ നീക്കുകയാണ്, തന്റെ മറയങ്ങൾ നീക്കുകയാണ്. അല്ലാഹുവിന്റെ ലിഖാഅ ജനങ്ങൾ കാണുകയാണ്, സ്വർഗ്ഗവാസികൾ കാണുകയാണ്. പഠിച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ പടച്ചുറപ്പിന്റെ സ്വർഗ്ഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതിയാണത്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതിയാണത്. എന്റെ സൃഷ്ടാവായ പടച്ചു തമ്പുരാനെ കാണലോ നമുക്ക് ആഗ്രഹമില്ലേ? പാപ്പാ നമുക്ക് ആഗ്രഹമില്ലേ? ദുനിയാവിന്റെ തുരുക്കുകളിലൂടെ കടന്നു പോകുമ്പോ ഉസ്താദേ ഒരുപാട് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട്. എല്ലാം ഓതുന്നത് പഠിച്ചവനെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടിയാണ്. ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ സ്വർഗ്ഗലോകമുണ്ടല്ലോ, ആ സ്വർഗ്ഗലോകം എനിക്കൊന്ന് കാണണമല്ലാഹ്.
എന്ന് പറയുന്ന ഉമ്മ, എന്ന് ചിന്തിക്കുന്ന ഉമ്മ, അത് അല്ലാഹുവേ പടച്ച റബ്ബേ സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് നമുക്കത് കാണാൻ കഴിയുമല്ലോ. അല്ലാഹുവിനെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. സ്വർഗ്ഗം എത്ര വിശാലമാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടാടാൻ തോരിമാർ പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ, മണിയില്ല റബ്ബേ, വാങ്ങുവാനാ വീട് കൊതിയുള്ളവരെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഓരോരോ പാസതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാനേ. എത്രയോ സുന്ദരമായ പടച്ച റബ്ബേ മണിമാളികകളുള്ള കേകമാണ് സ്വർഗ്ഗലോകമെന്ന് പറയുന്നത്. അവിടെ മുന്തിരിയുണ്ട്, റുമ്മാനുണ്ട്, കഴിക്കാൻ രസമുള്ള കദളിപ്പഴമുണ്ട്. വിചാരിച്ചാൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ. താരാട്ട് പാടുന്ന താരാട്ട് പാടാൻ ആ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തില് പഠിച്ചവനെ അവിടെ തോരിമാരുണ്ട്, അവിടെ തോരിമാരുണ്ട്. പടച്ച റബ്ബേ നിനക്ക് കൈമുട്ടി നിന്നെ താരാട്ട് പാടി ഉറക്കാൻ അവിടെ ആളുകളുണ്ട്. അല്ലാഹുവേ വല്ലാത്ത കൊതിയിലുള്ള സ്വർഗ്ഗത്തിൽ കടക്കാൻ, വല്ലാത്ത കൊതിയിലെ സ്വർഗ്ഗത്തിൽ കടക്കാൻ. അതിലേക്കുള്ള പാസ് ആരുടെ കയ്യിലാണെന്നറിയോ? ഏകനായ സിട്ടാവായ അല്ലാഹുവിന്റെ കയ്യിലാണ്. അല്ലാഹുവിനോട് ചോദിച്ചോ. രാത്രി സമയത്ത് പാതിരാ സമയത്തിന്റെ നിശബ്ദതയില് ഒരു 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് കരഞ്ഞിട്ട് നീ പൊട്ടിക്കരഞ്ഞോ. അല്ലാഹ് നിനക്ക് അതിലേക്കുള്ള പാസ് പടച്ച തമ്പുരാൻ നിനക്ക് ഒരുക്കി തരും. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നമുക്ക് നൽകട്ടെ.